റിയൽ മാഡ്രിഡ് വിഎസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. തീർച്ചയായിട്ടും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു മത്സരം തന്നെ ആയിരിക്കും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം. റിയൽ മാഡ്രിഡിന്റെ പ്രീവിയസ് മാച്ച് എടുത്തു നോക്കുന്ന സമയത്ത് സിറ്റിയുമായിട്ടുള്ള മാച്ച് ആയിരുന്നു. ആ ഒരു ഫിക്സർ വന്ന ടൈമിൽ തന്നെ ഞാൻ പേഴ്സണലായിട്ട് മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്, സിറ്റിക്ക് വളരെ എളുപ്പത്തിൽ തോൽക്കാൻ പറ്റും, റിയൽ മാഡ്രിഡിനെ വിജയിക്കാനും പറ്റുമെന്ന്. അതിന് കാരണം സിറ്റിയുടെ പ്രീവിയസ് സീസണിലെ പെർഫോമൻസും ഈ സീസണിലെ പെർഫോമൻസും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുടെ പെർഫോമൻസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് തോൽവികൾ സിറ്റി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത്ര മികച്ച ഫോമിലല്ല സിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റിയൽ മാഡ്രിഡിനെ വളരെ ഈസി ആയിക്കൊണ്ട് സിറ്റിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ പേഴ്സണലി വിചാരിച്ചതാണ്. അത് തന്നെയാണ് ഒടുവിൽ നടന്നതും. നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അടുത്ത മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് റിയൽ മാഡ്രിഡിനെ വളരെ ഈസി ആയിട്ട് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ സ്വന്തം ലീഗിൽ കളിക്കുന്ന ഒരു ടീം തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അതൊന്ന്. രണ്ടാമത് കാരണം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ എല്ലാ തന്ത്രങ്ങളും റിയൽ മാഡ്രിഡിന് അറിയാം. റിയൽ മാഡ്രിഡിൻ്റെ എല്ലാ തന്ത്രങ്ങളും അത്ലറ്റിക്കോ മാഡ്രിഡിന് അറിയാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അറിയുന്ന ടീമുകളാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. സ്വന്തം ലീഗിലാണ് ഒരുമിച്ച് കളിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ ലാലിക പട്ടിക നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് താഴെയാണ് റിയൽ മാഡ്രിഡിന്റെ സ്ഥാനം. അത്ലറ്റിക്കോ മാഡ്രിഡ് 2ാം സ്ഥാനം നിൽക്കുന്നു 26 മാച്ചിൽ നിന്ന് 56 പോയിന്റുകളുമായിട്ട്. 26 മാച്ചിൽ നിന്ന് 54 പോയിന്റുകളുമായിട്ട് റിയൽ മാഡ്രിഡ് 3ാം സ്ഥാനത്തും. ഇനി പറയാൻ പോകുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഈ ഒരു മാച്ച് വളരെ കഠിനമാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വ്യക്തമായി പറയാനുള്ള കാരണം, ഈ ഒരു സീസൺ എടുത്തു നോക്കുന്ന സമയത്ത് അതിലൊന്നാമത്തെ കാരണം ലാലിക പട്ടികയിലെ പെർഫോമൻസ് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അതിന് താഴെയാണ് റിയൽ മാഡ്രിഡ്. പെർഫോമൻസിൽ തന്നെ റിയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിന് പിറകിലാണ്. ഇനിയുള്ള രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽ മാഡ്രിഡ് 4 കളി പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ സീസണിൽ റിയൽ മാഡ്രിഡ് 4 കളികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത്ലറ്റിക് മാഡ്രിഡ് 2 കളികൾ മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ലാലിക പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് പരാജയപ്പെട്ട ടീം എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. റിയൽ മാഡ്രിഡ് അതിനേക്കാളും ഇരട്ടി കളികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോം മാച്ചിൽ ഒരു തോൽവി പോലും ഈ സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഏറ്റുവാങ്ങിയിട്ടില്ല. 14 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു മാച്ച് പോലും അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റിട്ടില്ല. പക്ഷെ റിയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് 12 മാച്ച് കളിച്ച റിയൽ മാഡ്രിഡ് ഒരു മത്സരം തോറ്റു കഴിഞ്ഞു, തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഹോം മാച്ചിൽ. ഇനി എവേ മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ എവേ മാച്ച് റിയൽ മാഡ്രിഡ് 14 മത്സരങ്ങൾ കളിച്ചു, 6 വിജയങ്ങൾ, 5 സമനിലകൾ, 3 തോൽവികൾ. പക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡ് 12 മത്സരം മാത്രം കളിച്ചിട്ടുള്ളൂ, 6 വിജയങ്ങൾ, 4 സമനിലകൾ, 2 തോൽവികൾ. മാച്ചസുമായിട്ടുള്ള പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് റിയൽ മാഡ്രിഡിനേക്കാളും ഒരുപാട് മികച്ച നിലയിലാണ് ഈ സീസണിൽ നിൽക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ റിയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ എളുപ്പമാകാനുള്ള സാധ്യതകൾ ഒരിക്കലും ഈ ഒരു സ്റ്റാറ്റ്സ് പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡ് വിഎസ് റിയൽ മാഡ്രിഡ് മത്സരം വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും. പക്ഷേ ഈ സീസണിലെ ഓവറോൾ പെർഫോമൻസ് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ മാച്ചിലെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് റിയൽ മാഡ്രിഡ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് മത്സരങ്ങൾ തോറ്റുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ റൈറ്റിംഗ് എന്ന് പറയുന്നത്, ഒരു ടീമിന്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനേക്കാളും റിയൽ മാഡ്രിഡ് തന്നെയാണ് കൂടുതൽ. അതുപോലെ തന്നെ അറ്റാക്കിംഗ് ഏരിയയിലും റിയൽ മാഡ്രിഡ് തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. പക്ഷേ ഡിഫൻസ് ഏരിയയിൽ കുറച്ചും കൂടി മികച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെയാണ്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, കുറച്ച് നല്ല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മാച്ചുകൾ വരുന്ന സമയത്ത് റിയൽ മാഡ്രിഡിന്റെ മുഖമൊന്ന് മാറും. ഒരുപാട് കൗണ്ടറുകൾ വരും, അവസാന മിനിറ്റിൽ ഒരുപാട് ഗോളുകൾ അവർ അടിക്കും. അതുപോലെ തന്നെ ഹോം മാച്ചിൽ മികച്ച വിന്നുകൾ അവർ സൃഷ്ടിക്കും. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ റിയൽ മാഡ്രിഡിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനേക്കാളും കുറച്ച് ഈ ഒരു മാച്ച് എടുത്ത് നോക്കുന്ന സമയത്ത് റിയൽ മാഡ്രിഡ് തന്നെയാണ് വിജയിക്കാനുള്ള സാധ്യത. പക്ഷേ സിറ്റിയെ നേരിട്ടതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടാൻ ഈ ഒരു മാച്ചിൽ പറ്റില്ല, അല്ലെങ്കിൽ വരാൻ പോകുന്ന കളികളിൽ പറ്റില്ല. തീർച്ചയായിട്ടും കളി ടൈറ്റ് ആയിരിക്കും. വിന്നിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 55% റിയൽ മാഡ്രിഡ് ജയിക്കാം, 45% അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.